നിർമ്മാണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ലെൻസ്ഫെഡ് ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുതിച്ചുയരുന്ന വിലയും തൊഴിലാളിക്ഷാമവും നിർമ്മാണ മേഖലയ്ക്ക് കടുത്ത ആഘാതമായിരിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രണമില്ലാത്ത വിലവർധന, തൊഴിലാളികളുടെ ക്ഷാമം, കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവ ചേർന്ന് ഈ മേഖലയെ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണെന്നും ലെൻസ്ഫെഡ് ഭാരവാഹികൾ പറഞ്ഞു. സിമന്റ്, ഇരുമ്പ് പോലുള്ള അടിസ്ഥാന സാമഗ്രികളുടെ വില കുത്തനെ ഉയരുന്നത് മാത്രമല്ല, ഖനനം ചെയ്യുന്ന ചെങ്കല്ല്, കരിങ്കല്ല്, കോറിമണൽ പോലുള്ള പ്രാദേശിക നിർമ്മാണ വസ്തുക്കൾക്കും അനിയന്ത്രിതമായി വില വർദ്ധിപ്പിക്കപ്പെടുകയാണ്. പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾക്ക് പോലും സാധാരണ ജനങ്ങൾക്ക് കൈവശമാകാത്ത വില നിശ്ചയിക്കപ്പെടുന്നത് അതീവ ഗൗരവകരമാണ്. ചെങ്കല്ലിന്റെ വിലയ്ക്ക് വീണ്ടും വർധനവുണ്ടാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഒരു ചെങ്കല്ലിന് 5 രൂപ മുതൽ 10 രൂപ വരെ വർദ്ധിപ്പിക്കാൻ ശ്രമം നടക്കുന്നത് നിർമ്മാണ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഇതിനൊപ്പം രാജ്യാന്തര വിപണിയിൽ കോപ്പർ വില വർദ്ധിച്ചതിന്റെ പേരിൽ ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വില 10% മുതൽ 40% വരെ ഉയർന്നിരിക്കുകയാണ്. ആഗോള യുദ്ധ സാഹചര്യങ്ങളുടെ തുടർച്ചയായി ഗ്യാസ് ലഭ്യതയിലുണ്ടായ കുറവ്, ടൈൽസ്, സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ചെലവും കുത്തനെ ഉയർന്നു കഴിഞ്ഞു. ഇതിന്റെ ഫലമായി ടൈൽസ് ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുകയും നിരവധി കമ്പനികൾ പ്രവർത്തനം നിർത്തുകയോ അടച്ചുപൂട്ടുകയോ ചെയ്തിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളെ മറവായി ഉപയോഗിച്ച് കൃത്രിമമായും അനിയന്ത്രിതമായും വില വർദ്ധിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഇത് നിയന്ത്രിക്കാൻ സർക്കാർ ശക്തമായി ഇടപെടണം. പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കി ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ പുഴമണൽ ഖനനം പുനരാരംഭിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പി മോഹനകൃഷ്ണൻ, അമീർ പാതാരി, പി ഹാരിസ്, പി കെ റിയാസ് അലി, ഷിഹാബ് മങ്കര തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. Yes.